ദേ ഒരാളുടെ കൈ ഒടിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ കൈയൊക്കെ ഒടിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഉടുത്ത മുണ്ടായാലും മതി, ഈ മുണ്ട് എന്ത് ചെയ്യുക, ഊരുക. ഈ മുണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ തുണി വെച്ചിട്ട് നമുക്കൊരു ചെറിയ പരിപാടി ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആ മുണ്ട് നമ്മളിത് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. ഇതാണ് ട്രയാങ്കുലർ ബാൻഡേജ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു വശം നീളമുണ്ട്, ബാക്കി രണ്ട് വശം നീളക്കുറവാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ ദേ ഇങ്ങനെ കൈ ഒടിഞ്ഞ ആളെ എന്ത് ചെയ്യുക, ആ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് തന്നെ ഈ കൈ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദേ ഇതിൻ്റെ ഈ നീളം കൂടിയ ഭാഗമില്ലേ, ഇത് നമ്മൾ ദേ ഈ ഗ്യാപ്പിൽ കൂടി എടുക്കുക. എന്നിട്ട് ഈ തോളിൻ്റെ ഇങ്ങോട്ടിട്ട് ദേ ആ ഭാഗത്തേക്ക് ഇട്ട് ഈ ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ ദേ ഇതുവഴി എടുത്തു. എന്നിട്ട് മറ്റേ കൈ വിട്ടേക്ക് ഇതുവഴി എടുത്തിട്ട് ദേ ഇങ്ങോട്ട് വിട്ടു. എന്നിട്ട് ഇത് ഇങ്ങനെ ബാക്കിൽ കെട്ടി വെക്കുക. പുറകിലായിട്ട് ദേ ഇവിടെ കെട്ടി വെച്ചു, അവിടെ കെട്ടി. ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം, ഇത് ഇങ്ങനെ വരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നല്ല ദേ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കാം. എന്നിട്ട് ദേ ഇത് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ദേ ഈ രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ആളെ കൊണ്ടുപോകാൻ പറ്റും. ഇത് മാത്രമല്ല, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുഴ തെറ്റിയാൽ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ഷോൾഡർ എന്തെങ്കിലും പ്രശ്നം പറ്റുക, അങ്ങനെയുള്ളത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഷോൾഡറിനാണ് പ്രശ്നം സംഭവിച്ചേക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു കസേരയിലോ എവിടെയെങ്കിലും ഒന്ന് ഇരുത്തുക. അതിനുശേഷം ഈ സെയിം സാധനം ഉപയോഗിച്ച് തന്നെ നമുക്ക് ഷോൾഡറും റെഡിയാക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ നീളം കൂടിയ ഭാഗം ഇങ്ങനെ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് ഈ ഗ്യാപ്പിൽ കൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പുറയിൽ കെട്ടാൻ പറ്റും. കണ്ടോ, ഈ പുറയിൽ ഇതുപോലെ നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് നമുക്ക് കെട്ടാൻ സാധിക്കും. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഭാഗം നമ്മളിങ്ങനെ എടുത്ത് ചുരുട്ടിയെടുത്ത് ഈ ഗ്യാപ്പിലോട്ട് കയറ്റി വെക്കാൻ പറ്റും. എന്നിട്ട് ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഈ മെത്തേഡിൻ്റെ പേര് സ്ലിംഗ് ബാൻഡേജ് എന്നാണ്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് ഷോൾഡറിന് അധികം ഇളക്കം സംഭവിക്കാതെ ഓട്ടോയിലോ കാറിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ എത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് കൈ ഒടിഞ്ഞാൽ കണ്ടു, ഷോൾഡറിന് പ്രശ്നം പറ്റിയാൽ കണ്ടു. ഇനി നമ്മുടെ ഈ റിസ്റ്റ്, ഈ കൈ കുഴയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യുക, ഇദ്ദേഹത്തെ ഈ കൈ കൊണ്ട് മറ്റേ കൈ സപ്പോർട്ട് ചെയ്ത് പിടിപ്പിക്കുക. നമ്മുടെ ബാൻഡേജ് ഇതുപോലെ നമ്മൾ മടക്കിയെടുത്തു, സാധാരണ രീതിക്ക് മടക്കിയെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിങ്ങനെ ഇത് ഉള്ളിലോട്ട് മടക്കി ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ എടുത്തു. ഇങ്ങനെ രണ്ടും ഇങ്ങനെ ഉള്ളിലോട്ട് എടുത്തു. അപ്പോൾ ഇതുപോലൊരു ഹോള് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ഹോളിലോട്ട് എന്ത് ചെയ്യുക, ഈ കൈ കയറ്റുക, പതിയെ കയറ്റുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് നമ്മുടെ കഴുത്തേൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കെട്ടുക. കണ്ട, അപ്പോഴും ഈ കൈക്കുഴയ്ക്ക് ഇവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയും വീതികളുകൊണ്ട് കൈക്കുഴക്കും പ്രശ്നമില്ലാതെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് സാധിക്കും. ഈ ട്രയാങ്കുലർ ബാൻഡേജ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ മുണ്ടോ ബെഡ്ഷീറ്റോ എന്തെങ്കിലും സാധനം എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നില്ലേ ഈ രീതിക്ക് നിവർത്തിയിട്ടതിന് ശേഷം ഇതിങ്ങനെ മടക്കുക. ഇതിങ്ങനെ മടക്കിയിട്ട് ഒരു ഭാഗം എന്ത് ചെയ്യുക, നീളം കൂടിയ വശം ഉണ്ടാവും, ഏറ്റവും നീളം കൂടിയ വശം, രണ്ട് ഭാഗം നീളം കുറഞ്ഞ വശം ഉണ്ടാവും. ഇവിടെ വെച്ച് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ഇത് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചേക്കുക. ഇതുപോലെയാണ് ഇതിൻ്റെ ഷേപ്പ്. ഒരു നീളം കൂടിയ ഭാഗം, പിന്നെ രണ്ട് വശം ഇതുപോലെ. നമ്മുടെ മുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഴയ തുണി ബെഡ്ഷീറ്റ് എന്തെങ്കിലും ഇങ്ങനെ വെട്ടിയെടുക്കുക. കോട്ടൺ തുണി ആയിരിക്കും ഏറ്റവും നല്ലത്. ഇനി വെക്കേഷൻ ടൈമൊക്കെയാണ് വരുന്നത്, അപ്പോൾ കുട്ടികൾ വീഴാനും അങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലത്തെ ഒരു തുണി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അധികം ഷെയ്ക്കില്ലാതെ, എന്ന് വെച്ചാൽ അധികം പ്രശ്നങ്ങളില്ലാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി കാലുകൾക്ക് പറ്റിയാൽ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് നമ്മൾ കണ്ടുപിടിച്ച മെത്തേഡൊന്നും അല്ല, ഇതൊക്കെ ഇൻ്റർനാഷണൽ രീതിയിലുള്ള ബാൻഡേജിങ് മെത്തേഡുകളാണ് കേട്ടോ.